ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണി ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ദേവി നാരായണീയം ദശകം 3 മഹാകാളി അവതാരം. ശ്ലോകങ്ങൾ 7-8. നമസ്തേ നമസ്തേ പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. യശശരീരനായ ഭാഗവതാചാര്യൻ പണ്ഡിതാഗ്രേസരൻ പാലേലി ശ്രീ നാരായണൻ നമ്പൂതിരിയുടെ ശ്രീമദ് ദേവി ഭാഗവതത്തെ ആധാരമാക്കിയുള്ള ദേവീ നാരായണീയം എന്ന സ്തോത്രകാവ്യമാണ് നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 3-ാമത്തെ ദശകം മഹാകാളിയുടെ അവതാരത്തെ വർണ്ണിക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകങ്ങൾ 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ നാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ശ്ലോകങ്ങൾ 7-8 ആണ്. ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം. ശ്ലോകം 7 പാരായണം. നുതി പ്രസന്നാബ്ജഭവസ്യ തൂർണം നിസ്സൃത്യ വിഷ്ണോ സകലാം ഗതസ്ത്വം വിവിസ്ഫിത തത്ക്ഷണമേവ ദേവോ നിദ്രാവിമുക്തോ ഹരിരുത്ഥിതോ ഭൂത്. ശ്ലോകം 8 പാരായണം. അധൈഷഭീതം മധുകൈടഭാഭ്യാം വിരിഞ്ചമാലോക്യ ഹരിർജഗാദ അലംഭയേനാഹമിമൗ സുരാരീ ഹന്താസ്മി ശീഘ്രം സമരേത്ര പശ്യ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 7 പദച്ഛേദം. നുതി പ്രസന്ന അബ്ജഭവസ്യ തൂർണം
നിസ്സൃത്യ വിഷ്ണോः സകലാം ഗതഃ ത്വം ദിവി സ്ഥിത തത്ക്ഷണം ഏവ ദേവഃ നിദ്രാവിമുക്തഃ ഹരിഃ ഉത്ഥിതഃ അഭൂത്. പദങ്ങളുടെ അന്വയാർത്ഥം നോക്കാം. തൂർണം, വേഗത്തിൽ, വേറെ അധികം താമസിയാതെ. അബ്ജഭവസ്യ, അബ്ജം എന്ന് വെച്ചാൽ താമര. അപ്പോൾ അബ്ജഭവസ്യ, അബ്ജത്തിൽ നിന്നും ഭവിച്ചത് ബ്രഹ്മാവ്. നുതിപ്രസന്നാത്വം, സ്തുതി കേട്ട് പ്രസാദിച്ച അവിടുന്ന്, വിഷ്ണോഹോ, വിഷ്ണുവിൻ്റെ, സകലാംഗതഃ, എല്ലാ അവയവങ്ങളിൽ നിന്നും, നിസ്സൃത്യ, പുറത്തു വന്ന്, ദിവിസ്ഥിത, ആകാശത്തിൽ സ്ഥിതി ചെയ്തു. തക്ഷണം ഏവ, ഉടൻ തന്നെ, ദേവഃ ഹരി, ദേവഃ ഹരിഹി, ദേവനായ ആ ശ്രീഹരി, നിദ്രാവിമുക്തഃ, ഉറക്കം വിട്ട്, ഉത്ഥിതഃ അഭൂത്, ഉണർന്ന് എഴുന്നേറ്റു. ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ബുദ്ധിമാനായ ആ ബ്രഹ്മാവ് ശക്തി സ്വരൂപിനെ പ്രസാദിച്ചാൽ മാത്രമേ മഹാവിഷ്ണുവിനെ ഉണർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി മഹാദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. ദേവി ഭാഗവതത്തില് വളരെ സുദീർഘമായിട്ട് ഈ ബ്രഹ്മസ്തുതി വളരെ വിശേഷമായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 7ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഏറെ താമസിയാതെ അബ്ജഭവന്റെ സ്തുതി കേട്ട്, അബ്ജഭവൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, ബ്രഹ്മാവ് സ്തുതിച്ചുവല്ലോ ദേവിയെ. ആ സ്തുതി കേട്ട് നുതിപ്രസന്നാഹ, പ്രസാദിച്ച ഭഗവതി വളരെ സന്തോഷിച്ച് കിടന്നുറങ്ങിയിരുന്ന മഹാവിഷ്ണുവിൻ്റെ എല്ലാ അവയവങ്ങളിൽ നിന്നും നിസ്സൃത്യ, ബഹിർഗമിച്ച്, ദിവിസ്ഥിത, ആകാശത്തിൽ മിന്നിത്തിളങ്ങുവാൻ തുടങ്ങി. നിദ്രാസ്വരൂപിണിയായിരിക്കുന്ന ദേവി, യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത. നമുക്കറിയാം അല്ലേ, ശ്രീ ദേവി മാഹാത്മ്യത്തിൽ ദേവിയെ ബ്രഹ്മാവ് സ്തുതിക്കുന്നുണ്ട്. അതുപോലെ അതാണിത്, യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത. ദേവി ആ മഹാവിഷ്ണുവിൽ നിന്ന്, നിദ്രാരൂപിണിയായിട്ടുള്ള ആ ദേവി മഹാവിഷ്ണുവിൽ നിന്ന് മാറിയതോടുകൂടി ദേവനായ ഹരി നിദ്രാവിമുക്തനായി, ഉറക്കം വിട്ട്, ഉത്ഥിത അഭൂത്, ഉണർന്നെഴുന്നേറ്റു. അതായത് ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ട് ദേവി അത്യധികം സന്തോഷിച്ചു. മഹാവിഷ്ണുവിൻ്റെ ഓരോ അവയവങ്ങളിൽ നിന്നും ദേവി തേജസ്ഫുരണങ്ങൾ ബഹിർഗമിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ഇതൊക്കെ യഥോചിതം, അതായത് ഇതെല്ലാം വേണ്ട വിധം സംയോജിച്ച് കൂടിച്ചേർന്നു. അങ്ങനെ കൂടിച്ചേർന്ന് അതിസുന്ദരിയായ ഒരു സ്ത്രീരൂപത്തെ പ്രാപിച്ചു. നിദ്രാശക്തിയായ ദേവി, ആ നിദ്രാശക്തിയിൽ നിന്നും വിമുക്തനായ വിഷ്ണു അവിടുന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. ദേവിയുടെ തമോ ഗുണാധിക്യമുള്ള അവതാരമായിട്ടാണ് ഈ മഹാകാളി അവതാരത്തെ പറയുന്നത്. കാരണം നിദ്രയും അതിൽ നിന്നുണ്ടാകുന്ന ആലസ്യവും തമോ ഗുണപ്രധാനമുള്ളതാണ്. തമോ ഗുണ ചിഹ്നങ്ങളാണ് ഈ നിദ്രയും ആലസ്യവും. ഉറങ്ങുന്ന വിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്ന് ആണ് ദേവിയുടെ ആവിർഭാവം. അതുകൊണ്ട് ഇത് താമസാവതാരമായിട്ട് കണക്കാക്കുന്നു. മഹാകാളിയായിട്ട്, സുന്ദരിയായ ദേവിയായി ആകാശത്തിൽ, ആ നഭസിൽ മഹാദേവി മിന്നിത്തിളങ്ങുവാൻ തുടങ്ങി എന്ന് ഈ 7ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 8, പദച്ഛേദം. അഥ ഏഷഃ
ഭീതം മധുകൈടഭാഭ്യാം വിരിഞ്ചം ആലോക്യ ഹരിഃ ജഗാദ അലം ഭയേന അഹം ഇമൗ സുരാരീ ഹന്താസ്മി ശീഘ്രം സമരേ അത്ര പശ്യ. പദങ്ങളുടെ അന്വയാർത്ഥം നോക്കാം. അഥ ഏഷഃ ഹരിഃ, തുടർന്ന് ഈ ഹരി വിരിഞ്ചം, വിരിഞ്ചൻ ആരാണ്? ബ്രഹ്മാവ്. ബ്രഹ്മാവിനെ മധുകൈടഭാഭ്യാം, മധുകൈടഭന്മാരെ, ഭീതം ഭയപ്പെടുന്നവനായി, ആലോക്യ കണ്ടിട്ട്, ജഗാദ ഇങ്ങനെ പറഞ്ഞു. ഭയേന അലം, ഭയപ്പെട്ടത് മതി, അഹം ശീഘ്രം, ഞാൻ താമസിയാതെ, സമരേ, സമരം എന്ന് വെച്ചാൽ ഇവിടെ യുദ്ധത്തിൽ, ഇമൗ സുരാരി, ഈ അസുരന്മാരെ, ഹന്താസ്മി, ഹനിക്കും, അത്ര പശ്യ, ഇവിടെ വെച്ച് ഇത് അങ്ങ് കണ്ടുകൊള്ളുക എന്നാണ് അന്വയാർത്ഥം. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം, വിവരണം എന്താണെന്ന് നോക്കാം. വിഷ്ണു ഉണർന്നെഴുന്നേറ്റ് ഉടൻ കണ്ടത് എന്താണ്? അസുരന്മാരെ ഭയപ്പെടുന്ന ബ്രഹ്മാവിനെയാണ് കാണുന്നത്. അദ്ദേഹത്തെ വിഷ്ണു ആശ്വസിപ്പിച്ചു പറഞ്ഞു, അസുരന്മാരെ താൻ നിഗ്രഹിച്ചു കൊള്ളാം എന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. അതായത് ഉണർന്ന ആ മഹാവിഷ്ണു മധുകൈടവന്മാരിൽ നിന്നും ഭയരഹിതനായിരിക്കുന്ന ബ്രഹ്മാവിനോട് പറയുകയാണ്, വിഷമിക്കേണ്ട, അലംഭയേന അലംഭയേനാഹമിമൗ സുരാരി ഹന്താസ്മി ശീഘ്രം സമരേത്ര പശ്യ. ഭയപ്പെടേണ്ട, ഞാനിതാ ഈ സമരത്തിൽ അധികം വൈകാതെ, വളരെ പെട്ടെന്ന് തന്നെ ഈ രണ്ട് അസുരന്മാരെയും നിഗ്രഹിക്കാൻ പോവുകയാണ്, അങ്ങ് അത് കണ്ടോളൂ എന്ന് പറയുകയാണ് വിഷ്ണു. അങ്ങ് എന്ന് പറയുന്നു. ഉറപ്പ് കൊടുത്തു ഭഗവാൻ ബ്രഹ്മാവിന്. മഹാവിഷ്ണു ഭയചകിതനായ ബ്രഹ്മാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, യാതൊന്നുകൊണ്ടും അങ്ങ് ഭയപ്പെടേണ്ട, ഞാൻ അധികം താമസിയാതെ തന്നെ യുദ്ധത്തിൽ ഈ രണ്ട് അസുരന്മാരെയും നിഗ്രഹിച്ചു കൊള്ളാം എന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. ഈ 8ാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരമാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്നത്തെ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം ശ്രീ മഹാദേവിയുടെ തൃപ്പാദങ്ങളിലും ഗുരുവാചാര്യന്മാരുടെ പാദങ്ങളിലും സജ്ജനങ്ങളുടെ പാദങ്ങളിലും വളരെ വിനയപൂർവം ഭക്തിപൂർവം സമർപ്പിച്ചുകൊണ്ട് ഇത് ഇവിടെ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഹരേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.